ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു കിഡ്സ് സ്പെഷ്യൽ ഐറ്റം ആയാലോ? കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചോക്ലേറ്റ് പാൻകേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ചോക്ലേറ്റ് പാൻകേക്കിൽ ഞാൻ മുട്ട ചേർക്കുന്നില്ല, പകരം ബട്ടർ മിൽക്ക് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് പാലെടുത്ത് അതിലോട്ട് 1 ടീസ്പൂൺ വിനേഗറും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലോട്ട് 1 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. 240 ml അളവിലുള്ള കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിൽ എനിക്കൊരു 9 പാൻകേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ മധുരത്തിനായി 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം ലെവലിൽ മധുരം ഈ ഒരു അളവിൽ കിട്ടും. മധുരം കൂടുതൽ വേണ്ടിയവർക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്, അങ്ങനെയാകുമ്പോൾ മിക്സായി കിട്ടാൻ നമുക്ക് എളുപ്പമാവും. ഇനി ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്ത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. വല്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാനിവിടെ ഒരു തവണ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിൽ നിന്ന് കുറച്ച് ആദ്യം ചേർത്ത് കൊടുക്കാം. ഒറ്റയടിക്ക് നമുക്ക് ഫുള്ള് ചേർക്കേണ്ട, കുറേശ്ശെയായി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ബട്ടർ മിൽക്കും കൂടെ ചേർത്ത് കൊടുത്ത് കൺസിസ്റ്റൻസി ശരിയാക്കി എടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുക്കുന്നത്. ഒരുപാട് കട്ടി വേണ്ട. കേക്കൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കിയിട്ട് നമുക്ക് ഈ ബാറ്റർ എടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ ഇത് ചേർക്കാൻ വിട്ടുപോയതാണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്ന ടൈമിൽ ചേർത്താൽ മതിയായിരുന്നു, ഞാനത് വിട്ടുപോയി. ഇനി നമുക്ക് പാൻകേക്ക് ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ പാൻ ചൂടാക്കി അതിലോട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് പാൻകേക്കിൻ്റെ ബാറ്റർ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഹൈ ഫ്ലെയിമിലായിരുന്നു വെച്ചിരുന്നത്. ബാറ്റർ ഒഴിച്ച് കൊടുത്ത് അതൊരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻകേക്കിൻ്റെ മുകളിൽ ഒരുപാട് ഹോൾസൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. ഹോൾസൊക്കെ വന്ന് ഒരുവിധം ഡ്രൈ ആയി വന്നാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അടിഭാഗം ഒരുപാട് കുക്കാവാനൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്കതെടുത്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ പാൻകേക്ക് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ അടിഭാഗം ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല, നല്ല പാകത്തിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചുട്ടെടുക്കുന്നതെങ്കിൽ മേൽഭാഗം കുക്കായി വരുന്ന സമയം കൊണ്ട് അടിഭാഗം കരിഞ്ഞു പോകും. അങ്ങനെ പറ്റാതെ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ പാൻകേക്കെല്ലാം ഞാൻ മുകൾ ഭാഗം അടിഭാഗം മുകൾ വശത്തും വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗണേഷും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പഴം ഉപയോഗിച്ചിട്ടൊക്കെ പാൻകേക്ക് ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ ഹണി അല്ലെങ്കിൽ ഷുഗർ സിറപ്പ് അങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതിന് പകരം ഈ ഒരു പാൻകേക്കിലോട്ട് ഞാൻ ചോക്ലേറ്റ് ഗണേഷാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാലും മതി. അങ്ങനെ നമ്മുടെ കിഡ്സ് സ്പെഷ്യൽ ഐറ്റമായ ചോക്ലേറ്റ് പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല നമ്മളെ വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണിത്. ഇത് നമ്മൾ ഓരോ പാൻകേക്കായി സെപ്പറേറ്റ് കഴിക്കുകയാണെങ്കിൽ
ഓരോന്നിൻ്റെ മുകളിലായി ഈ ഒരു ഗണേഷ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കഴിച്ചാൽ മതി. നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ ചോക്ലേറ്റ് കേക്ക് പോലെ തന്നെ നല്ലൊരു ടേസ്റ്റുള്ള പാൻ കേക്കാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോക്ലേറ്റ് കേക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ മക്കൾക്ക് ഇതൊന്ന് കൊടുത്താൽ അവരും വളരെ ഹാപ്പിയാവും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരേക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.